മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 140 അടിയായി. നവംബർ 30 വരെ 142 അടിയാണ് റൂൾ കർവ്. തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു. നിതിൻ തോമസ് വിവരങ്ങൾ നൽകും. നിതിൻ, വൃഷ്ടിപ്രദേശത്ത് മഴ കനക്കുന്നതാണോ ഈ ജലനിരപ്പ് ഉയരാൻ കാരണം? കഴിഞ്ഞ 2 ദിവസമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായി തന്നെ മഴ ലഭിച്ചിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നവംബർ 30 വരെ 142 അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ റൂൾ കർവ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ 140 അടിയിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് എത്തിയതോടുകൂടി തന്നെ തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ തമിഴ്നാടിന്റെ ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും മറ്റും ശക്തമായി തന്നെ മഴ ഉള്ളതിനാൽ ഡാമിലേക്ക് നീരൊഴുക്കും അതിശക്തിയായി തന്നെയുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ നവംബർ 30 ശേഷം റൂൾ കർവ് ബാധകമല്ല. നവംബർ 30 മുതൽ അടുത്ത ജൂൺ വരെ പിന്നീട് റൂൾ കർവ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നവംബർ 30 മുൻപ് 142 അടിയിലേക്ക് എത്തരുത് എന്നുള്ളതാണ് എന്തായാലും ഈ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 142 അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറും. നവംബർ 30 മുമ്പ് 142 അടിയിലേക്ക് എത്തിയാൽ എന്തായാലും ഇപ്പോൾ നിലവിൽ മഴ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു 142 അടി എന്ന ഒരു റൂൾ കർവിലേക്ക് എത്തില്ല എന്ന് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുക. എന്നാൽ 142 അടിയിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഡാം പിന്നെയും തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. എന്നാൽ നവംബർ 30 ശേഷമാണെങ്കിൽ ഒരുപക്ഷെ റൂൾ കർവ് ബാധകമല്ലാത്തതിനാൽ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയില്ല. ശരി, ആദ്യം മുന്നറിയിപ്പ് നൽകുകയാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ.